ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല, ഹസ്ബൻഡിൻ്റെ വീട്ടിലുമല്ല, എൻ്റെ മാമൻ്റെ വീട്ടിലാണ് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും മാമനൊക്കെ ബലിയിടാനുണ്ടായിരുന്നു. കർക്കിടക വാവാണ്. അപ്പോൾ അവരൊക്കെ നേരത്തെ, അതായത് പുലർച്ചെ 1 മണിക്ക് ബലിയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ അച്ഛനും അൻവിയും എങ്ങോട്ടായി പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗോദീശ്വര അമ്പലത്തിൽ കർക്കിടക വാവിൻ്റെ ആ ഒരു സമയത്ത് ഇതേപോലെ ഓരോ കടകളൊക്കെ ഉണ്ടാവും കേട്ടോ, നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അവന് ബലൂണൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് ഇന്നലെ അച്ഛനും മാമനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അവൻ ഉറങ്ങി എഴുന്നേറ്റപ്പം പെട്ടെന്ന് പോയി അതൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ച് പല്ല് തേച്ച് വേഗം മാറ്റി അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് നേർച്ച വെച്ച് കൊടുക്കലുണ്ട്. അതായത് ഈ മരിച്ചവർക്കൊക്കെ അകത്ത് വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയൂലേ, അങ്ങനെ അതെല്ലായിടത്തിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇന്ന് മാമൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്തു, എല്ലാവരും ഇല്ലേന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ അൻവി മാമനും കൂടെയാണ് കേട്ടോ കേക്കൊക്കെ കട്ട് ചെയ്തത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എൻ്റെ മാമൻ്റെ വീട്ടിൽ പോവാം, മേമേൻ്റെ മക്കൾ, അതേപോലെ ഞങ്ങൾ. അങ്ങനെ ആ ഒരു ടൈം ഞാൻ എൻ്റെ ലൈഫിൽ ഈ ട്രിപ്പ് പോകുന്നതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു സമയമാണ്. ഈ വെക്കേഷനൊക്കെ ഞങ്ങൾ അധികവും പണ്ട് അവിടെ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. അതേപോലെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ആ കാര്യത്തിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അൻവി ഇവരൊക്കെ ആയിട്ട് എങ്ങനെയായിരിക്കും എൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്. അപ്പം ആ ഒരു സ്പേസിൽ അൻവിയും അങ്ങനെ ഓക്കെ ആയിട്ട് നിൽക്കുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ചിന്തിക്കുമ്പോൾ എന്നെക്കാൾ കംഫർട്ടായിട്ട് അൻവി അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ വേണമെന്നൊന്നുമില്ല ഇവരെ കൂടെ നിൽക്കുന്ന സമയത്ത്. അവന് ഇവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവൻ ഭയങ്കര ഹാപ്പിയാണ്. അത് കാണുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ പണ്ട് നിന്ന ആ ഒരു സ്പേസിലാണ് അൻവി ഇപ്പോൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ മാമനായാലും അമ്മയായാലും മേമയായാലും ഇതുവരെ ഒരു കാര്യത്തിനും വഴക്കുണ്ടാക്കുന്നതോ പരസ്പരം കുറ്റപ്പെടുത്തുന്നതോ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അതേപോലെയാണ് ഞങ്ങൾ 4 പേരെന്ന് പറഞ്ഞത് എൻ്റെ മേമേൻ്റെ മക്കളും അതേപോലെ ഞാനും എൻ്റെ അനിയത്തിയും. ഇതുവരെ ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരസ്പരം അടി ഉണ്ടാക്കാനോ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റിയില്ല. അങ്ങനെ കാരണങ്ങളും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവാറില്ല കേട്ടോ. ആ ഒരു ഇത് കണ്ടിട്ട് തന്നെ അൻവി വളരണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം ഇന്നത്തെ കാലത്ത് ഇതേപോലെ ബന്ധങ്ങൾ നല്ലപോലെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ വരുമ്പോൾ ലഗേജൊക്കെ കുറവായിരിക്കും, പോകുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ. പക്ഷെ വരുന്ന ആ ഹാപ്പിനെസ് ഒന്നും പോകുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരു ദിവസത്തേക്കാണെങ്കിലും ഒരുമിച്ച് നിന്നിട്ട് പിന്നെ ഓരോരുത്തരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ ഒരു കാത്തിരിപ്പാണ് അടുത്ത ഫംഗ്ഷൻ, അതായത് ഓണമോ വിഷുവോ അല്ലെങ്കിൽ ഉത്സവമോ അങ്ങനെ എന്തെങ്കിലും വരുന്ന വരെയുള്ളൊരു കാത്തിരിപ്പാണ്. എല്ലാവരുടെ ഫാമിലിയിലും ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.